CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കണ്ണൂരിൽ നിന്നും ആരെത്തുമെന്നതാണ് ആകാംക്ഷ. പി ശശി, പി ജയരാജൻ, MV ജയരാജൻ എന്നിവരിൽ ഒരാൾക്ക് സാധ്യതയുണ്ട്. ഇത്തവണ സെക്രട്ടേറിയറ്റിൽ എത്തിയില്ല എങ്കിൽ പി ജയരാജന് ഇനി അവസരമില്ല. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, ആരുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്? പി ശശിക്ക് സാധ്യത എന്നല്ലേ നേരത്തെ ഉറപ്പിച്ചു കേട്ടുന്നത്? ഇനിയിപ്പോൾ പി ജയരാജന് സാധ്യത അതിൽ കൂട്ടത്തിൽ കുറവാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും കണ്ണൂരിൽ ആര് സെക്രട്ടേറിയറ്റിലെത്തും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചർച്ചാ വിഷയം തന്നെയാണ്. CPM-നെ സംബന്ധിച്ചും CPM-ന്റെ അണികളെ സംബന്ധിച്ചും കണ്ണൂർ എല്ലാ കാലത്തും വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രമാണ്. അതുകൊണ്ടുകൂടി കണ്ണൂരിൽ നിന്ന് ആരാണ് എത്തുക എന്നത് വലിയ ആകാംക്ഷ ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി 3 പേരുകളാണ് അതിൽ ഉയർന്നു കേൾക്കുന്നത്. ഒന്ന് പി ശശി, അതിനു പുറമെ പി ജയരാജൻ, നിലവിലത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. പി ജയരാജനെ സംബന്ധിച്ച് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ഒരു പേര് പി ജയരാജൻ്റെതായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ പി ജയരാജൻ സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കപ്പെട്ടില്ല. ഈ സമ്മേളനത്തിലും പി ജയരാജൻ പരിഗണിക്കപ്പെടുന്നില്ല എങ്കിൽ പിന്നീട് പി ജയരാജന് അവസരം ഉണ്ടാവില്ല. കാരണം 72 വയസ്സാണ് ഇപ്പോൾ പി ജയരാജന് നിലവിലുള്ളത്. അടുത്ത സമ്മേളനത്തിൽ അത് 75 ആകും. അപ്പോൾ സ്വാഭാവികമായും 75 എന്നുള്ള പ്രായപരിധിയിൽ പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നുൾപ്പെടെ മാറി നിൽക്കേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്തവണ വന്നില്ലെങ്കിൽ പി ജയരാജന് സെക്രട്ടേറിയറ്റിലേക്ക് വഴിയടയും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് പി ശശിയാണ്. പി ജയരാജന് മുന്നേ തന്നെ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി ആയിരുന്നത് പി ശശിയാണ്. പി ശശി പിന്നീട് ആരോപണ വിധേയനാവും. പാർട്ടി അച്ചടക്ക നടപടിയുടെ ഭാഗമായി താഴെ ഘടകങ്ങളിലേക്ക് തരം താഴ്ത്തപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. പിന്നീട് കഴിഞ്ഞ എറണാകുളത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് സംസ്ഥാന സമിതിയിലേക്ക് പി ജയരാജൻ വരുന്നത്. അതുകൊണ്ട് സീനിയോറിറ്റി പരിഗണിച്ച് പി ശശിയെ പരിഗണിക്കാൻ സാധ്യത കൂടുതലാണ് എന്നുള്ള കാര്യം ഏറെക്കുറെ വ്യക്തമാണ്. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം നിലനിൽക്കുന്നത് അച്ചടക്ക നടപടി നേരിട്ട് കഴിഞ്ഞ തവണയാണ് സംസ്ഥാന സമിതിയിലേക്ക് പി ശശി എത്തിയത്. അപ്പോൾ ആ ഒരു ഒറ്റ സമ്മേളന കാലയളവ് കൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയരുകയും ചെയ്യും. ഇനി ഈ 2 പേരുകളെയും മറികടന്നുകൊണ്ട് പുതിയൊരു സ്ട്രാറ്റജിയിലേക്ക്, അതായത് പി ജയരാജനെ സംബന്ധിച്ചും പി ശശിയെ സംബന്ധിച്ചും നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ, വിവാദങ്ങൾ എല്ലാം തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ MV ജയരാജനെ സംബന്ധിച്ച് ഇത്തരം രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പാർട്ടി അച്ചടക്കത്തെ സംബന്ധിച്ചോ പാർട്ടിയിലെ മറ്റ് വിവാദങ്ങളെ സംബന്ധിച്ചോ MV ജയരാജൻ മുക്തനാണ്. അതുകൊണ്ട് തന്നെ ഈ 2 പേരെയും മറികടന്ന് MV ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയാൽ സ്വാഭാവികമായും കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്നും MV ജയരാജൻ മാറേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ TV രാജേഷിനെയോ KK രാഗേഷിനെയോ കണ്ണൂരിലേക്ക് പരിഗണിക്കേണ്ടിയും വരും. സമ്മേളനത്തിൻ്റെ ഭാഗമായും അത്തരം ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് സമ്മേളനത്തിൽ പരിഗണിക്കേണ്ടതില്ല. പിന്നീട് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് ഏതെങ്കിലും ഘട്ടത്തിൽ MV ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കൊക്കെ മാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ പി ശശി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തി MV ജയരാജനെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ള പദവിയിലേക്ക് കൊണ്ടുപോകുകയും അതിൻ്റെ ഭാഗമായി ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിവുവരികയും ചെയ്യുമ്പോൾ ഇവിടെ ജില്ലാ സെക്രട്ടറിയെ മറ്റൊരാളെ പരിഗണിക്കാം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്. എന്തായാലും ഉദ്വേഗജനകമായിട്ടുള്ള ആകാംക്ഷ ഈ സീനിയോറിറ്റി മാത്രമല്ല, പാർട്ടിയിൽ ഇപ്പോൾ ഏറ്റവും ശക്തനായ നേതാവ് എന്ന ഒരു കാര്യം കൂടി പി ശശിയുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നേതാവ് കൂടിയാണ്. അപ്പോൾ പി ശശിക്കുള്ള സാധ്യതയാണ് കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ ഇത്തവണ എത്തിയില്ലെങ്കിൽ ജയരാജന് ഇനി അവസരമില്ല എന്നുള്ള സാഹചര്യം അവിടെ നിൽക്കുന്നു. പി ജയരാജനോ MV ജയരാജനോ അതോ പി ശശിയോ എന്നുള്ള കാര്യത്തിൽ ഉത്തരം അറിയേണ്ടതുണ്ട്. പി ജയരാജനെ പരിഗണിക്കാൻ അണികളിൽ ഉള്ള താല്പര്യം അത് ഈ തീരുമാനത്തിൽ പ്രതിഫലിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്.